തിരുവനന്തപുരത്തെ നഗരപ്രദേശങ്ങൾ ആകെ തന്നെ വെള്ളക്കെട്ടിലാണ്. ഈ കാണുന്നതാണ് പല റോഡുകളുടെയും അവസ്ഥ. നിൽക്കുന്നത് മേലാങ്കോട് ഭാഗത്താണ്. ഇവിടെ നമുക്ക് കാണാം ഏതാണ്ട് മുട്ടറ്റം വരെ വെള്ളമുള്ള അവസ്ഥയിലാണ്. ഈ സൈഡിലൂടെ ഒരു ഓട ഒഴുകി വരുന്നുണ്ട്. അതിന് തൊട്ട് ചേർന്നുള്ള റോഡ് മുഴുവൻ വെള്ളത്തിൽ മൂടിയ അവസ്ഥയിലാണ്. ഈ കാണുന്ന ഒരു ചെറിയ പെട്ടിക്കടയാണ്. ആ കടയിൽ വെള്ളം കയറിയ അവസ്ഥ. ഇതുകൊണ്ടായിരിക്കും ജീവിക്കുന്നത് അല്ലെ? വലിയൊരു ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. സ്ഥിരമായിട്ട് വെള്ളം കയറും. ഇവിടെ ഒരു മഴ പെയ്താൽ ഫുള്ളായിട്ട് നിന്ന് ഇവിടെ വെള്ളപ്പൊക്കമാണ്, കടയ്ക്കകത്ത് കയറും. ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുന്നവർ സ്ഥിരമായി ഈ റോഡിനെ പരിചയമില്ലാത്തവരാണെങ്കിൽ വന്നാൽ അപകടത്തിൽപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം റോഡ് തകർന്ന ഒരു അവസ്ഥയിലാണ്, കുണ്ടും കുഴിയും ഒക്കെ ആയി കിടക്കുന്ന ഒരു അവസ്ഥയാണ് റോഡിലുള്ളത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തണം. കഴിഞ്ഞ മഴക്കാലത്ത് കാലവർഷത്തിന്റെ സമയത്ത് മരങ്ങൾ കടപുഴകി വീണുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ ചില്ലുകൾ ഒളിഞ്ഞു വീണുള്ള അപകടങ്ങളാണ് ഉണ്ടായതെങ്കിൽ ഇപ്പോൾ ഈ വെള്ളക്കെട്ടാണ് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടത്തും വലിയ പ്രതിസന്ധിയായി തുടരുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം എത്രമാത്രം ദുഷ്കരമായിട്ടാണ് ആ വാഹനം കടന്നു വരുന്നത് എന്ന്. ഇതാണ് നഗരപ്രദേശത്ത് മിക്കയിടങ്ങളിലെയും കാഴ്ച. മഴക്കാല പൂർവ്വ ശുചീകരണം പലയിടങ്ങളിലും കൃത്യമായി നടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ തെളിയിക്കുന്നത്. എന്തുപറ്റി? കുഴിയിൽ വീണു. ഇതിന്റെ പരിഹാരം എന്ന് പറഞ്ഞാൽ റോഡ് പൊക്കണം. റോഡ് പൊക്കി ടാർ ചെയ്ത് മാറും. പിന്നെ ഓട ക്ലിയർ ചെയ്യരുത്. പലയിടത്തും ഈ ഓടകളിലേക്ക് ഉള്ള ഓവുകൾ അടഞ്ഞ അവസ്ഥയിലാണ്. മഴക്കാല പൂർവ്വ ശുചീകരണം കൃത്യമായി നടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ തെളിയിക്കുന്നത്. പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.